സുഹൃത്തുക്കളെ, ഞാൻ ഒരു വ്യത്യസ്തമായിട്ടൊരു ബോർഡ് കണ്ട്. ആ ബോർഡ് എഴുതിയിരിക്കുന്നത് സൈക്കിൾ വാങ്ങി വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി, KV ജോളിച്ചേട്ടൻ. അപ്പോൾ ഈ ജോളിച്ചേട്ടൻ്റെ അടുത്ത് എന്താ സംഭവം നമുക്ക് ചോദിച്ചു നോക്കാം. ഒരു പ്രത്യേകത, നമ്മുടെ ഇലക്ഷനൊക്കെ നമ്മുടെ ഈ കൈതൊടുത്ത് നീന്തുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ, അതേ കണക്കാണ് ഒരു ഫോട്ടോ വെച്ച് ഒരു ഫ്ലെക്സ് ബോർഡ് അടിച്ച് വെച്ചേക്കുക. സൈക്കിൾ വാങ്ങി വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി. നമുക്ക് എന്തായാലും ആ ചേട്ടനടുത്ത് ചോദിക്കാം. ഇതാണ് ചേട്ടൻ്റെ കട. ചേട്ടൻ തായിരിക്കുന്ന ജോളിച്ചേട്ടോ. ജോളിച്ചേട്ടാ, ഈ ബോർഡ് വെക്കാനുള്ള കാരണം എന്താ ജോളിച്ചേട്ടാ? ഈ ബോർഡ് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാളൊരു ഒരു ബോർഡ് വെക്കാന്ന് പറഞ്ഞാൽ മരിക്കുമ്പോഴും ഫ്ലെക്സ് വെക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഫ്ലെക്സ് വെക്കുന്നത് കാണുമല്ലോ, അപ്പൊ അതിനൊരു ഐഡിയ ഫോം ചെയ്തതാണ്. അങ്ങനെ വെച്ചാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വർക്കുമായിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വർക്കിന്റെ ഒരു ഇതായിട്ട് ഈ ഒരു പ്രത്യേകതരം ഒരു ബോർഡ് ഇരിക്കുന്നത്, അതാണ് എൻ്റെ സംശയം. കാരണം ഞാൻ ചോദിച്ചത്, ഞാൻ വിചാരിച്ചു ഇനി വല്ല മത്സരമോ അല്ല ഇനി സൈക്കിളിന്റെ ഒരു എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ ബോർഡ് വെച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്താണ്. അപ്പൊ അതായത് തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ആളുകളൊക്കെ സാധാരണ വെക്കും. അപ്പൊ എനിക്ക് തോന്നി നമ്മളുടെ പേരിൽ ഒരു ബോർഡ് വെച്ച് ഇങ്ങനെ സൈക്കിൾ വാങ്ങി വിജയിപ്പിക്കുക ഒരു പുതിയൊരു തന്ത്രമാണ്. പുതിയൊരു രസം, ചേട്ടന്റെ ഒരു ആഗ്രഹം. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ധാരാളം പത്രക്കാരൊക്കെ വന്ന് ധാരാളം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായി. അവര് പത്രങ്ങളിലേക്ക് എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ വല്ല തെളിവ് വല്ലതും ഉണ്ടോ കയ്യില്? ഈ ഫോട്ടോ ഇട്ടേക്കുന്നതിന്റെ വല്ല ഇത് ഇരിപ്പുണ്ടോ? ഉണ്ട്, ഒന്ന് കാണിക്കാമോ ജസ്റ്റ്? ജോളി സൈക്കിൾ വാങ്ങി വിജയിപ്പിക്കാം. ഇതാണ് ചേട്ടന്റെ ഫസ്റ്റ് ബോർഡ്. നമ്മുടെ സൈക്കിൾ, നമ്മുടെ ഈ ചിഹ്നം മാതിരി, നമ്മുടെ ചിഹ്നം എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ സൈക്കിൾ ഒക്കെ ഒരു വെറൈറ്റി ആയിരുന്നു. അത് ധാരാളം രാഷ്ട്രദീപിക, മാതൃഭൂമി. അപ്പം മൊത്തം പത്രങ്ങളിലും വന്നായിരുന്നു ആ സമയത്ത്. ചേട്ടനെ ഒന്ന് വൈറലായിരുന്നു ആ സമയത്ത്. ഓക്കെ, മംഗളത്തിൽ വന്നിട്ടുണ്ട്. ഇത് മലയാള മനോരമയിൽ വന്നിട്ടുണ്ട്. ഒരാള് വന്ന് യൂട്യൂബിലും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വൈറലായി. തീർച്ചയായിട്ടും ചേട്ടന്റെ ഒരു ആഗ്രഹമായിരുന്നു അത് വൈറലാവണമെന്നായിരുന്നു. പക്ഷെ ആരെങ്കിലും ഇതുപോലെ വന്ന് വീഡിയോ എടുത്തിട്ട് വൈറലാക്കിയിട്ടുണ്ടോ? ഒരാൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ചേട്ടന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ലോകം മൊത്തം അറിയണമെന്നില്ലേ? കേരളം മൊത്തം അറിയണമെന്ന് ചേട്ടന്റെ ചേഞ്ച്. ചേട്ടൻ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ സാധാരണ ദിവസം ഇങ്ങനെ വീട്ടിലെ നമ്മളുടെ ഫുഡിന്റെ കാര്യങ്ങൾ ഞാൻ പാടുവാൻ. ചേട്ടൻ സൈക്കിളൊക്കെ അഭ്യാസം കാണിക്കാൻ തുടങ്ങും ഇല്ലേ? അപ്പൊ രാവിലെ ഞാൻ എല്ലാ ദിവസവും രാവിലെ സൈക്കിൾ 4:40 സൈക്കിൾ സവാരിയുണ്ട്. അപ്പം ഈ ചേട്ടൻ ഈ ഒരു ഫീൽഡ് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇവിടെ ഈ വർക്ക്ഷോപ്പും കാര്യങ്ങളായിട്ട് എത്ര വർഷമായി? എനിക്ക് ശരിക്കും ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 64 വയസ്സായി. അന്നുകൂടി ഞാൻ സൈക്കിളിന് വേണ്ടി, കാരണം ഒരു സർവീസാണ്. അന്നുകൂടി ഞാൻ ഇതിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അച്ഛനത്തിന് ശേഷം ആണെങ്കിലും ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ ഫീൽഡിൽ ഞാൻ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എത്ര സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഇപ്പം? ഇവിടെ 6-7 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആളുകൾ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് സ്റ്റാഫിന്റെ എണ്ണം 4 ചുരുങ്ങി. അതൊക്കെ നന്നായിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ മോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല സർവീസ് കൊടുക്കുക. അപ്പൊ അതായത് പൊതുവേ നല്ല സർവീസ് ആൾക്കാർ കൊടുക്കുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ ഗ്യാസ് സ്റ്റവ് സർവീസ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് സ്റ്റവ് സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പക്ക കണ്ടീഷനാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഞാൻ പലരോടും ചോദിച്ചു, നിങ്ങൾക്കൊരാവശ്യം വന്നാൽ, നിങ്ങളുടെ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നല്ലൊരു ഡോക്ടർ എവിടെയാണ് നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയി നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം നല്ലത് വേണം. അപ്പൊ നിങ്ങൾ കൊടുത്താലേ അവർക്കും കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്ന സർവീസ് അവർക്ക് നല്ല കൊടുക്കാം. അക്കാര്യത്തിൽ ഞാൻ നിർബന്ധമുള്ള ആളാണ്. കാരണം ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ ഇത് ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നെ പ്രതീക്ഷിച്ച് ദൂരെ നിന്നൊക്കെ വന്ന് ടൂൾസ് എടുക്കുന്ന ആൾക്കാർ, പവർ ടൂൾസൊക്കെ എന്ന് പറഞ്ഞാൽ പവർ ടൂൾസൊക്കെ കൊണ്ടുപോകണം ഇവരെ കൊണ്ടുപോകും. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിന്റെ ബിസിനെ പറ്റി? നല്ല അഭിപ്രായം എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്? അപ്പൊ ഈ കറക്റ്റ് ഈ സ്ഥലപ്പേരോട് ഒന്ന് പറഞ്ഞേക്കാമോ? ചെറായി കരിക്കുളത്തോട്, ഇതിന് നിയറായിട്ടുള്ള പ്ലേസാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പം പിന്നെ ചേറായി, ചേറായി, അതായത് വൈപ്പിൻ മുനമ്പം ചേറായിലാണ് ഉള്ളത്. അപ്പം നമ്മുടെ ജോളിച്ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക. ജോളിച്ചേട്ടനെ നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ ഒന്ന് അറിയിക്കണം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
താങ്ക് യു. ഓക്കെ ഏട്ടാ. ഓക്കെ. ഓക്കെ.